വെൽക്കം ടു ദി വിഗ്നേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് NIOSലെ ഇംഗ്ലീഷിലെ 6th ലെസനായ അന്തയുഗ് എന്ന ലെസനാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 18ാം ദിവസം യുദ്ധം കഴിഞ്ഞു. ചുറ്റും മൃതദേഹങ്ങൾ മാത്രം. കൗരവർ 100 പേർ മരിച്ചു. പാണ്ഡവർക്ക് അവരുടെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു. ജയിച്ചവനും തോറ്റവനും കരയുകയാണ്. രാജ്യം മുഴുവൻ ഇരുട്ടാണ്. അപ്പോൾ ഒരു വൃദ്ധനായ ഭിക്ഷു വരുന്നു. അയാൾ പറയുന്നു, മനുഷ്യ, ജീവിതം ഒരു കൊടുങ്കാറ്റുള്ള കടൽ പോലെയാണ്. എല്ലാവരും ദുഃഖത്തിലാണ്. അവിടെ 3 പേർ നിൽപ്പുണ്ട്, സയജ്ഞൻ, വിരുദ്ധർ, യുസത്തു. അവർ നല്ലവരാണ്. അവർ പറയുന്നു, എന്തിനായിരുന്നു ഈ യുദ്ധം? അഹങ്കാരം കൊണ്ട്, ദേഷ്യം കൊണ്ട് മനുഷ്യനെ കൊന്നു, ഒന്നും കിട്ടിയില്ല. ദ്രോണരുടെ മകൻ അച്ഛൻ മരിച്ചതിന്റെ കോപത്തിൽ അവന്റെ കണ്ണ് കാണുന്നില്ല. അവൻ അന്ധനാണ്. പ്രതികാരം മാത്രമാണ് മനസ്സിൽ. അവൻ നിലവിളിക്കുന്നു, എല്ലാവരെയും ഞാൻ കൊല്ലും. അവൻ തൻ്റെ ഏറ്റവും വലിയ ആയുധം ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിക്കുന്നു. അതൊരു ആറ്റം ബോംബ് പോലെയാണ്. ലോകം മുഴുവൻ കത്തി നശിക്കും എന്ന് അവൻ അറിയാം. എന്നിട്ടും അവൻ അത് ചെയ്യുന്നു. കാരണം അവൻ അന്ധനാണ്. അങ്ങ് ദൂരെ ശാന്തനായി കൃഷ്ണൻ നിൽക്കുന്നു. അവന്റെ തലയിൽ ഒരു മയിൽപീലിയുണ്ട്. കൃഷ്ണൻ എന്നാൽ കലമാണ്, ധർമ്മമാണ്. അവൻ പറയുന്നു, അശ്വത്ഥാത്മാവ് നിർത്തൂ. പ്രതികാരം കൊണ്ട് ഒന്നും തീരില്ല. വെറുപ്പിനെ മാത്രമേ ഉണ്ടാകൂ. പക്ഷേ ഒരു കേൾക്കുന്നില്ല. അവിടെ ഗാന്ധാരി കണ്ണിൽ കറുത്ത പട്ടി കെട്ടി നിൽപ്പുണ്ട്. അവൾക്ക് സത്യം കാണാൻ ഇഷ്ടമല്ല. സ്വന്തം മകൻ ദുര്യോധൻ തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ടും അവൾ കാണാതെ നടിക്കുന്നു. അതാണ് യഥാർത്ഥ അന്ധത. അവസാനം നാടകം നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നു. ഇത് വെറും മഹാഭാരതത്തിന്റെ കഥയല്ല. 1947 ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആയി വിഭജിച്ചപ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ കൊന്നതും ഇതുപോലെ തന്നെയല്ലേ? അന്നും മനുഷ്യൻ അന്ധനായിരുന്നു. കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, യുദ്ധം ജയിച്ചാലും തോറ്റാലും നഷ്ടം നമുക്ക് തന്നെയാണ്.